നവ്യ നായരെ മോണോ ആക്റ്റും ഡാൻസും ഒക്കെ പഠിപ്പിച്ച ആലപ്പി സുദർശൻ എന്ന് പറഞ്ഞ ആ ഒരു അധ്യാപകനുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നവ്യ നായർക്കെതിരെ നവ്യ നായരുടെ അച്ഛനെതിരെയൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഉണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്താണ് നവ്യ ഉണ്ടെങ്കിൽ ഇത് കണക്ക് മോണോ ആക്റ്റ് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നത്. ആ വന്ന സമയത്തുണ്ടെങ്കിൽ ഏതോ ഈ ഒരു വ്യക്തിക്ക് അറിയാവുന്ന ആരോ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നവ്യ വേറെ ഏതോ പഠിപ്പിക്കുന്ന ടീച്ചർ ഏതാണ്ടാണ്. അപ്പോഴത്തേന് ഇവരുടെ ടാലൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും പൈസയൊന്നും തരാനില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നല്ല രീതിയിൽ ആയിക്കഴിയുമ്പം താങ്കൾക്ക് അതെല്ലാം കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ടാലൻ്റ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. നവ്യ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നവ്യയ്ക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പരിശീലനമൊക്കെ കൊടുത്ത് അങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ നല്ല രീതിയിൽ മോണോ ആക്ടിനൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നവ്യയുടെ അച്ഛൻ തന്നെ വന്നിട്ട് തന്നെ വിളിച്ചുകൊണ്ടൊന്ന് മീഡിയയുടെ മുമ്പിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സിനിമയിലൊക്കെ പോകുന്നു. സിനിമയിലൊക്കെ പോയതിന് ശേഷമൊക്കെ ഇത് കണക്ക് ഫേമസ് ആവുന്നു. ആ സമയത്തും ഇത് കണക്ക് ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ മോണോ ആക്ടിനും ഇതിനൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതേ കണക്ക് ഒരു വട്ടം ഇത് കണക്ക് ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഈ ഒരു സുദർശൻ ഉണ്ടെങ്കിൽ അച്ഛൻ നവ്യ നായർ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റൊക്കെ കിട്ടിയില്ല എൻ്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ ഒരു നവ്യ നായർ അച്ഛൻ പറഞ്ഞ എൻ്റെ ഇപ്പം ക്യാഷ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ വലിയ സ്റ്റാറൊക്കെ ആയി സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കണക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് കണക്ക് ഒരു ദിവസം ഇത് കണക്ക് പഠിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന ഏതൊരു ഹോട്ടലിൽ. അവിടെ ചെന്ന സമയത്ത് തനിക്ക് റൂമോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ 5 മണിക്ക് തൊട്ട് 8 മണി വരെ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അവസാനം നവ്യയൊക്കെ വന്ന സമയത്ത് അച്ഛനൊക്കെ വന്ന് തൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് താൻ ഒന്നും തന്നെ കഴിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് പോലും കഴിച്ചോ എന്നതുപോലും നവ്യയോ അച്ഛനോ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവസാനം ഡാൻസിൻ്റെ പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ച സമയത്ത് അവിടെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ അടുത്തൊന്ന് ഭക്ഷണം വേണമെന്ന് പോലും ചോദിച്ചില്ല. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയെന്നും പിറ്റേ ദിവസമായിരുന്നു ഇതിൻ്റെ കണക്ക് മത്സരം. അങ്ങനെ മത്സരത്തിന് അവിടെ ചെല്ലുന്നത് 500 രൂപ തന്നിട്ടുണ്ടായിരുന്നു. ചെല്ലണം, നാളെ വരണം എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്തൊന്നും തനിക്ക് പോകാനൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ചെല്ലാം എന്നുള്ള രീതിയിൽ അവിടെ ചെന്നു. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് നവ്യയായിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കണം, വന്ന് നിൽക്കണം എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഈ ഒരു നവ്യയുടെ അച്ഛൻ്റെ അടുത്ത് ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയാസെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ അടുത്തെന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ ഒരുമിച്ച് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ നവ്യയുടെ അച്ഛൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാറ് പോയി ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അതിനുശേഷം പിന്നെ നവ്യയായിട്ടൊരു കോണ്ടാക്റ്റോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സുദർശൻ പറയുന്നുണ്ടായിരുന്നു.